കോവർ കഴുതയെ പോലെ ആകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലല്ലേ അല്ലെ? ഈ 32-ാം സംഖ്യ കോവർ കഴുത എന്ന് പറയുന്നത് കുതിരയും കഴുതയും ചേർന്ന മിക്സ് ആണ്. പക്ഷെ അതിന് പ്രത്യുൽപാദന ശക്തി ഇല്ല. അതിന്റെ ഇനത്തിനെ സൃഷ്ടിക്കാൻ അതിന് സാധ്യമല്ല. ക്രൈസ്തലോ അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഏത് കോവർ കഴുത എന്ന് പറയുന്നത്. കഥയിലല്ല ഇതുള്ള കാര്യമോ. കുതിരയുടെയും കഴുതയുടെയും കൂടി മിക്സ് ആണ്. അവര് രണ്ടുപേരും കൂടി ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് ഏതുണ്ടാവുന്നത്? ഈ കോവർ കഴുത ഉണ്ടാവുന്നത്. പക്ഷേ സ്വന്തമായിട്ട് ഈ കോവർ കഴുതക്ക് എന്തില്ല? പ്രത്യുൽപാദന അല്ലെങ്കിൽ കുഞ്ഞിനെ അതിൻ്റെ തലമുറകളെ സൃഷ്ടിക്കാനായിട്ട് കഴിവില്ല. അപ്പൊ പാപത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ സങ്കീർത്തകനോടെ ചുരുക്കി ചുരുക്കമായിട്ട് പറയുകയാണ്. ഉള്ളതെല്ലാം അതോടുകൂടി അവിടെ കൊണ്ട് അവസാനിക്കും. പ്രൈസലോ. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ദൈവം തന്ന അനുഗ്രഹങ്ങളെല്ലാം കെട്ട് ഉറഞ്ഞു പോകുന്ന അവസ്ഥ എവിടെ ഉണ്ടാവും? പാപം ഏറ്റു പറയാതിരുന്നാൽ, പശ്ചാത്തപിക്കാതിരുന്നാൽ, മാനസാന്തരപ്പെടാതിരുന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു തട്ടിപ്പുറത്തിരിക്കുന്ന എലിയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇന്നിപ്പോൾ ആ മഴയൊക്കെ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും ഈ കഥയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമായിരിക്കും. തട്ടിപ്പുറത്തിരിക്കുന്ന എലി ഒരു കാഴ്ച കണ്ടു. യജമാനൻ ഈ ഹൗസ് ഓണർ കെണി വെക്കാൻ വേണ്ടി പോണേ. വേഗം എലി ഓടി പോത്തിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ പോത്ത് പറഞ്ഞ് എലിക്കണി വെക്കണേന് പോത്തിന് എന്ത് കാര്യം ചോദിച്ചു. അപ്പോൾ ആടിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആട് പറഞ്ഞ് നീ പോയി നിന്റെ പാട് നോക്ക്, എലിക്കണി വെക്കണേ ആടിനെന്താ കാര്യം എന്ന് ചോദിച്ചു. വേഗം പിന്നെ കണ്ടത് പാമ്പിനെയാണ്. പാമ്പിനോട് പറഞ്ഞപ്പോഴത്തേക്കും പാമ്പ് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എലിക്കണി വെക്കണേ പാമ്പിന് എന്താ കാര്യമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കളിയാക്കി വിട്ടു. വലിയ വിഷമം തോന്നി. പക്ഷെ പിന്നെ കാണുന്ന കാഴ്ചയാണ് പറമ്പിലൊക്കെ ചുറ്റി നടക്കുന്നതിനിടയിൽ പാമ്പ് എങ്ങനെയോ എലിക്കണിയിൽ തട്ടി പാമ്പ് എലിക്കണിയിൽ വീഴാൻ പാടില്ലാത്തതാണ്. അപ്പൊ എനിക്കിതെന്തെന്നും പറഞ്ഞ് വെല്ലുവിളിച്ചതാണ്. എലിക്കണിയിൽ വീണു. അങ്ങനെ പാമ്പ് വേദന കൊണ്ട് വിളയുമ്പോൾ എലിക്കണി വീണ ശബ്ദം കേട്ട് യജമാനൻ വന്ന് നോക്കുമ്പോൾ ഈ യജമാനനെ പാമ്പ് ചത്തിട്ടുണ്ടാവുമെന്ന് കരുതിയാണ് പുള്ളി വന്നെടുക്കുന്നത്. യജമാനനെ പാമ്പ് കൊത്തി. അങ്ങനെ വിഷകാരിയുടെ അടുത്ത് കൊണ്ടുപോയി. ഇന്നത്തെ അത്ര ചികിത്സയും കാര്യങ്ങളൊന്നുമില്ല. അവസാനം ഈ വിഷകാരി ചെയ്യേണ്ട ചികിത്സകളെല്ലാം ചെയ്തു. ദേഹരക്ഷ ചെയ്യാനായിട്ട് ആടിനെ മാറ്റി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ വീട്ടുകാർ പറഞ്ഞു ആടാണ് വലുത്, ഇവിടെ നിൽക്കണം, വീട്ടിൽ തന്നെ നിൽക്കണം, എന്തിനാ വല്ലയിടത്തും പോകുന്ന. അങ്ങനെ വീട്ടിലുള്ള ആടിനെ കൊന്ന് വാറ്റി ദേഹരക്ഷയൊക്കെ ചെയ്ത് ഈ ഹൗസ് ഓണറിനെ രക്ഷിച്ചെടുക്കാനായിട്ട് അതെല്ലാം ചെയ്തു. പക്ഷെ അതെല്ലാം കൊടുത്തെങ്കിലും വിഷമേറ്റ് ഒന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് ദേഹരക്ഷയും കൊണ്ട് വന്നപ്പോൾ ആള് തട്ടിപ്പോയി. അറ്റാക്ക് വന്ന് ചേട്ടൻ അടിച്ചുപോയി. അങ്ങനെ ആളുടെ അടിയന്തരത്തിന് പോത്തിനെ കൊന്ന് എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. പ്രൈസലോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. അയാൾക്കൊക്കെ വേറെ പണിയില്ല, അതിന് യൂട്യൂബിൽ കാശൊക്കെ ഉണ്ടാവുന്നേ അതായിട്ടുണ്ടെന്ന് പറയും. പക്ഷേ ഇതാ ദൈവം സംസാരിക്കും. യൂട്യൂബിൽ കൂടെ സംസാരിക്കും, സോഷ്യൽ മീഡിയ കൂടെ സംസാരിക്കും, വചനത്തിൽ കൂടെ സംസാരിക്കും, ഓർഗണിലെ പാട്ടിൽ കൂടെ സംസാരിക്കും. ദൈവം എങ്ങനെ ആരിൽ കൂടെയാണ് സംസാരിക്കുന്നതെന്നും നമുക്ക് അറിയില്ല. അച്ഛന്മാരെ കൂടെ സംസാരിക്കും. അച്ഛന്മാരാ അവർക്ക് എന്ത് യോഗ്യത എന്ന് പറയും. അച്ഛന്മാരിൽ കൂടി തന്നെ സംസാരിക്കുന്നു. നിനക്ക് മാമോദിസ എന്നത് അതിൽ കൂടെയാണ് ഈ സഭയിൽ അംഗമായത്. മരിച്ചു കഴിയുമ്പോഴും നീ എന്തെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവര് വരാൻ ഇത്തിരി വൈകിയ വീട്ടുകാർ കിടന്ന് ആദ്യം പിടിക്കും. വേറെ ആരും വന്നിട്ട് കാര്യമില്ല. അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് ഒപ്പീസ് ചെല്ലുക, നിന്നെ അടക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. നീ എത്ര വലിയ നിരീശ്വരവാദി എന്ന് പറഞ്ഞാലും വീട്ടുകാരും നാട്ടുകാരും എല്ലാം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെയും ഒന്നിനെയും നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാനായിട്ട് സാധ്യമല്ല. മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. അതുകൊണ്ടാണ് മാർക്കോസ് 1:5 പറയുന്നുണ്ട്, സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുങ്ങിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. സമയം
സ്വയം സകലരും അനുഭവിക്കണം. അമ്മ അപ്പൻ്റെയൊക്കെ പ്രായമാകുമ്പോ അനുഭവിക്കാൻ. അവസാനം മോന്റെ ശവം കൊണ്ടൊന്ന് വീട്ടിൽ വെച്ചു. ഒരു ബൈക്ക് കൊടുത്ത് അനുസരിക്കാതെ രാത്രി ആയപ്പോഴത്തേക്ക് വീട്ടുകാർ ചോദിച്ചപ്പോൾ ചാടിക്കടിച്ചു. എന്ത് പറഞ്ഞാലും ചാട്ടോ. അപ്പൊ അപ്പം അമ്മ പറഞ്ഞ് നിങ്ങൾക്ക് 30 വർഷമായിട്ട് ഒരു വീടുണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. അവൻ പണിക്കിറങ്ങിയപ്പോഴാണ് അവർ വീടുണ്ടാക്കിയത്. അതുകൊണ്ട് ഒന്നും പറയണ്ട, അവൻ നമ്മളെ നല്ലോണം നോക്കണ്ടല്ല. പാതിരാത്രി ആയാലും ആര് വിളിച്ചാലും എന്ത് വിളിച്ചാൽ. അപ്പൊ വീട്ടുകാർ അപ്പം പല പ്രാവശ്യം പറഞ്ഞു, എടാ ഈ രാത്രി സഞ്ചാരം അത്ര നല്ലതല്ല. പക്ഷേ അന്നും പോയപ്പോൾ പറഞ്ഞു. പക്ഷെ അമ്മ ഇപ്പൊ പറഞ്ഞ് മയപ്പെടുത്തിയേക്കണേ, അവൻ ചാടിക്കേറി എല്ലാം ഞങ്ങൾ നല്ലോണം നോക്കണമല്ല. ഞാൻ ഇതുപോലെ ഒരു ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ബ്രദറെ ഞങ്ങളുടെ വീട്ടിലൊന്ന് വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്കുള്ള കാര്യമാണ്, നല്ലതായിരുന്നു. അപ്പൊ അപ്പൻ്റെ അമ്മയുണ്ട്, ഒരു മോളെ കെട്ടിച്ചുവിട്ട്. അതേക്കാൾ വലിയ രസം ഈ മോളും ഭർത്താവും കൂടി ഇപ്പൊ ഇത് മൊത്തം അടിച്ചെടുക്കാൻ, ഇവര് മരിക്കുന്നതിന് മുമ്പേ ഇത് കൈക്കലാക്കാൻ വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളാണ്. ഒറ്റ മോളേ ഉള്ളൂ. മരിച്ച് ശവ ആ ചൂടൊന്നും അറിയില്ല. എന്താ പറ്റുന്നറിയോ, ഇവൻ രാത്രി പോകാൻ വന്നപ്പോ വീണ്ടും എഴുന്നേറ്റ് പോയി സെപ്റ്റി മാലിന്യങ്ങൾ പോരുന്ന ലോറി ലൈറ്റില്ലാതെ വന്ന് ഇടിച്ച് ക്യാമറയിൽ കിട്ടിയ എല്ലാ കാര്യം ക്യാമറ കിട്ടിയോണ്ട് എങ്ങനെ മരിച്ചതെന്ന് അറിഞ്ഞു. നിർത്താതെ പോയിക്കളി ലോറി ഇടിച്ച് അന്ന് തന്നെ മരിച്ചു. ഇപ്പൊ ആ വീട്ടിൽ കിടക്കണ്ട വീട് വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു പെരുവഴിയോ ഇതും കൂടി ഇല്ലാതെ. അപ്പോഴാണ് കഥകൾ അറിഞ്ഞപ്പോ പറഞ്ഞതാ മരുമോൻ ഒരു ചീങ്കണ്ണിയാ. അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും പറഞ്ഞു പോണേ. എന്റെ പ്രോഗ്രാമൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നുണ്ട്. അവനെല്ലാം കൂടി മുതലയുടെ ചീങ്കണ്ണിയുടെ ഒക്കെ കഥ കിട്ടിയിട്ടില്ലേ. ചത്ത് ശവത്തിന്റെ ചൂട് അങ്ങാട് ആറിയിട്ടില്ല. പക്ഷെ അവനെല്ലാം കൂടി ഇവരെ അടിച്ച് എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ സ്വന്തം ആൾക്കാർ തന്നെയാണ് പലയിടത്തും പല കാര്യങ്ങളും. ഒരു ചേച്ചി എന്നെ വിളിച്ച സ്ഥലമൊന്നും പറയണില്ല. അപ്പൊ അപ്പം കൊടുത്ത സ്ഥലം അതിൽ വീട് വെച്ച് വഴിയില്ല. അപ്പൊ എനിക്ക് വഴി ഉണ്ടായില്ല. വഴി പള്ളിക്ക് എഴുതി കൊടുത്തു. മോക്ക് സ്ഥലം കൊടുത്ത് പറമ്പിലുള്ള വഴി കൊടുത്തില്ല. ഇപ്പൊ മോള് പള്ളിക്കാരെ കൂടി കേസാണ്. പള്ളിക്കാർക്ക് എഴുതി രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് മോക്കിട്ട് അപ്പം പണി കൊടുത്തതാ. അപ്പനുണ്ടാക്കിയ സ്വത്താ. എന്നാൽ ഇത് കൊടുക്കാതിരുന്നാ പോരാ. തിരുമാലിത്താൻ ചത്താലും തിരുമാലിത്തരം മാറൂലെന്ന് പറഞ്ഞതുപോലെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് പണി കൊടുത്തു. ഇപ്പൊ അപ്പം മരിച്ചുപോയി. പള്ളിയിലെ അച്ഛന്മാര് മാറി വന്നു. അവര് വന്നവര് രേഖപ്രകാരം ഇത് പള്ളിക്ക് കിട്ടിയതാ. പള്ളിയുടെ സ്ഥലം വഴി കൊടുത്തതില്ല. അവിടെ കണ്ട് ഒരു കനാലിന്റെ അരികിൽ കൂടി നോക്കിപ്പോയില്ലെങ്കിൽ തെന്നി കനാലിലോട്ട് വീഴും. അതിൽ കൂടി പിടിച്ചാണ് നടക്കുന്നത്. നടക്കാൻ പോലും ഇല്ല വഴി. അതാ അവരുടെ വഴി. അതാ ഈ പള്ളിക്ക് കൊടുത്ത് ഈ വഴിയും കൂടി കൂട്ടി പള്ളിയായിട്ട് കേസ് പറയാൻ എനിക്ക് കാശില്ല. ഞാൻ പറഞ്ഞു കേസ് എല്ലാം അവസാനിപ്പിക്കും. ആ അമ്മ എന്നോട് പറഞ്ഞു, ബ്രദർ പറഞ്ഞ പോലെ ചെയ്തപ്പോൾ ഇപ്പൊ കുടുംബത്തിൽ ഓരോ അനർത്ഥമൊക്കെ ഒഴിവായി സമാധാനം കിട്ടാൻ വേണ്ടി തുടങ്ങി. പ്രൈസലോ. സമാധാനമെങ്കിലും ഉണ്ട്. ദൈവം വഴി കാണിച്ചു തരും. ഇതുപോലെ സഭയുമായിട്ട് പള്ളിയുമായിട്ട് കേസ് ഉണ്ടാകുന്ന ഒരു ചെറുപ്പക്കാരനോട് കേസ് അവസാനിപ്പിക്കാം. അപ്പൊ കുറെ പേര് പറഞ്ഞു അയാൾക്ക് ഭ്രാന്ത, ഏതാ പ്രാർത്ഥനക്കാരൻ പറഞ്ഞാണ് നീ പോയി സുപ്രീം കോടതി അപ്പീൽ പോടാ എന്ന് പറഞ്ഞു. പക്ഷെ അമ്മയും മോനും കൂടെ വചനം കേട്ട് വന്ന് പ്രാർത്ഥിച്ചു. കേസ് പറഞ്ഞ് തിരിച്ചെടുക്കാനും തെളിവ് ഹാജരാക്കാനും ഒന്നും പിന്നെ പോയില്ല. ദൈവം അതിനേക്കാൾ 10 മടങ്ങ് അതിന് വരുമാനമുള്ള ഒരു ജോലി ആ മകന് വിദേശത്ത് കിട്ടി. 33 രാജ്യങ്ങളിൽ മാറി ജോലി ചെയ്യുന്ന 3 മാസം ജോലി, അത് കഴിഞ്ഞ് വരും. ഇങ്ങനെ ഓരോരോ രാജ്യങ്ങളിൽ ജോലി പോകുന്ന അങ്ങനത്തെ ഒരു വലിയ സ്ഥാപനത്തിൽ ജോലി കിട്ടി. ഇടപാട് എന്താണെന്നറിയാമോ? പൈസയൊക്കെ ഉണ്ടാക്കി നാട്ടിൽ വന്നിട്ട് സ്ഥലങ്ങൾ മേടിച്ച് മുറിച്ച് വീട് പണിത് വെക്കുന്ന ഇടപാടും കൂടെ തുടങ്ങി. പ്രൈസലോ. ഹല്ലേലൂയ. എന്ത് നഷ്ടപ്പെട്ടോ എന്ത് മൂലം വിഷമിച്ചോ ദൈവം അതിൽ കൂടെ തന്നെ തന്ന് അനുഗ്രഹിച്ചു. ഒരു ഇന്നോവ ക്രിസ്റ്റ കാറൊക്കെ ഇങ്ങനെ വെച്ചതാരുടെ എൻ്റെ വണ്ടിയാണ് മറ്റേത് കൊടുത്ത്. മറ്റേതെന്ന് പറഞ്ഞാൽ സ്കൂൾ വീട് അടക്കാൻ പോലും കാശില്ല. അത്ര കഷ്ടത്തിലായിരുന്നു. അപ്പോ ദൈവം ഒരുപാട് എഴുതി. അപ്പൊ ചെന്നപ്പോ വർഷങ്ങൾക്ക് ശേഷം കണ്ട വീടാണ്. ഇവിടെ പ്രാർത്ഥനകളിൽ ഒരു പാർട്ടി അത്യാവശ്യം കൊണ്ട് വെക്കാൻ പോകുന്ന അന്ന് ഈ പയ്യൻ വന്നിട്ടുണ്ട്. അന്ന് കാണണമെന്ന് പറഞ്ഞു. അവരുടെ അത്യാവശ്യം നടന്ന് മക്കളുടെ കല്യാണം മുടങ്ങിയില്ല. കല്യാണവും നടന്ന് അവന് നല്ല ഒന്നാന്തരം ആ സ്ഥലവും വീട് എല്ലാം കൂടി കിട്ടി. അതിൻ്റെ മുകളിൽ ഒരു നിലയും കൂടി കെട്ടി നല്ല കൊട്ടാരം പോലത്തെ വീട്. അങ്ങനെ ദൈവം എല്ലാ വിധത്തിലും സ്ഥലവും വീടും എല്ലാം നൽകി അനുഗ്രഹിച്ചു. ഒരു ടീച്ചർ പെണ്ണിനെ
കല്യാണം കഴിക്കാൻ ദൈവടിയാക്കി. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവരോ ഇവരോ മറ്റവരോ അവരോ ഒന്നുമല്ല തരുന്നത്. ആര് തരും? ദൈവം തരും. ദൈവം തരാൻ അനുവദിച്ചിട്ടില്ല എങ്കിൽ ചിലത് നമ്മൾ എത്തിച്ചേർന്നില്ല. അതിന് നമ്മൾ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോ വർഗോൽപാദന ശേഷി ഇല്ലാത്ത കോവർ കഴുതകളെ പോലെ സങ്കര ഇനമാണ്